ടി.വി.കെ നേതാവ് വിജയ് സ്റ്റൈൽ മന്നനാണ്, ഗംഭീര താരമാണ്, സൂപ്പർ താരമാണ്. പക്ഷേ ഒരു പൂമാല വന്ന് വീണപ്പോൾ പേടിച്ച് കാരവാനിലേക്ക് തിരിച്ചോടി കയറിയത് വീഡിയോ വലിയ രീതിയിൽ പ്രചരിച്ചു. വിജയ്ക്ക് വലിയ നാണക്കേടായി, വലിയ വിമർശനമാണ് പോയിരുന്നത്. ആ വിമർശനമൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ടെങ്കിലും എന്താണ് തമിഴ്നാട്ടിലെ അവസ്ഥ എന്നുകൂടി നോക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ അണികൾക്കിടയിൽ പോലും വിജയ്ക്ക് ഇത്ര ഭയമോ എന്നൊരു ചോദ്യമുണ്ട്. നമുക്കത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. കാരണം എന്താ, സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നതിന് തക്കതായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായത്. അവിടെ വിജയ്ക്ക് നേരെ കാരവാനിലേക്ക് ഓടി കയറേണ്ടി വരും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ എങ്ങാനും പോകുമ്പോഴത്തേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ റിയാക്ട് ചെയ്യും, അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. തമിഴ്നാട്ടിൽ വിജയ് ഒരു സാധാരണക്കാരനല്ല, ഒരു സാധാരണ നേതാവുമല്ല. അമാനുഷിക ശക്തികൾ ഉണ്ടെന്ന് പോലും അവരുടെ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ആരാധകരും വിശ്വസിക്കുന്നിടത്താണ് വിജയ് ഇങ്ങനെ ഓടുന്നത് കണ്ടതോടുകൂടി തന്നെ വലിയ ഒരു അങ്കലാപ്പ് ഈ പ്രവർത്തകർക്കിടയിലും സാധാരണക്കാരായ വിജയ് ഭക്തർക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യില്ല. കാരണം നമുക്കത് മനസ്സിലാകണമെങ്കിൽ തമിഴ്നാട്ടിലെ വീരാരാധന മൂത്ത് ഇങ്ങനെ വിജയ് എന്ന് പറയുന്ന നടനോടുള്ള ഭ്രാന്തമായ ആരാധനയിൽ നടക്കുന്ന ആൾക്കാരോട് നേരിട്ട് സംസാരിച്ചു നോക്കണം. അതായത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ആരാധകർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു അങ്കലാപ്പ് ഇല്ലെങ്കിൽ എന്തിനാണ് വിജയ് ഓടിയത്? വിജയ്ക്ക് എന്താണ് ഭയക്കേണ്ട കാര്യം? നൂറുകണക്കിന് ആൾക്കാരെ നേരിടുന്ന, വെടിയുണ്ടകളെ പോലും പിടിച്ചെടുക്കുന്ന, ഈ എതിരാളിയുടെ വാളുകളും ബോംബും തോക്കുമൊക്കെ നിഷ്പ്രഭമാക്കുന്ന സൂപ്പർ താരത്തിന് ഒരു പൂമാല ഇട്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചോടിയോ? അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന വിജയ് ഭക്തർ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? അദ്ദേഹം വേറെന്തോ ആവശ്യത്തിന് കാരവാനിലേക്ക് പെട്ടെന്ന് ഓടിക്കയറിയതാണ് എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. വിജയ് ഭയന്നുവെന്നോ വിജയ്ക്ക് ഒരു സുരക്ഷാ പ്രശ്നത്തിൻ്റെ തോന്നലുണ്ടായിട്ട് തിരിഞ്ഞോടിയതാണെന്നോ ഒന്നും അവർ വിശ്വസിക്കുന്നില്ല. അവർ വളരെ ശക്തമായിട്ട് വിജയ് ഭക്തർ ന്യായീകരിക്കുന്നുണ്ട്. വിജയ് എന്തോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് ഓടി കാരവാനിലേക്ക് കയറിയതാണ് എന്നാണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ വിജയുടെ ആരാധകരായിട്ടുള്ളവർ വിശ്വസിക്കുന്നതെന്നാണ്. ഭ്രാന്തമായ ആരാധനയാണ്. ആ ആരാധനയിൽ നിന്നാണ് ഇത്രയേറെ കൂട്ടം വിജയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത്. പക്ഷേ ഈ കൂട്ടങ്ങളെല്ലാം ഓട്ടായി മാറുമോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ചോദിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ AIDMK സാന്നിധ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ AIDMK വലിയ രീതിയിൽ സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്നൊരു കാര്യവും കൂടിയുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഗതി കേരളത്തിലെ പോലെ തന്നെ വളരെ ശക്തമായി മാറുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി ഇതിൽ പ്രസക്തമാണ്. കാരണം തിരുപ്പുറംകുന്றம் അടക്കമുള്ള ഇടങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ, ഹിന്ദു അവഹേളനങ്ങൾ, മുരുകന് നേർക്കുണ്ടായ അധിക്ഷേപ പരാമർശങ്ങൾ, സനാതനധർമ്മം ഒരു പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞ സ്റ്റാലിൻ്റെ മകൻ്റെ പ്രതികരണം, ഇങ്ങനെ പല കാര്യങ്ങളും ഹിന്ദു സമൂഹത്തിനിടയിൽ ഒരു അകൽച്ച ഈ ദ്രാവിഡ കക്ഷികളുമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ദ്രാവിഡ കക്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ കൂട്ടത്തിലേക്ക് DMK അധികമായിട്ട് കൂട്ടാൻ കഴിയില്ല. കാരണം DMKക്ക് ഒരു ദേശീയതയുടെ സ്വഭാവം കൂടിയുണ്ട്, ദേശീയവാദിയാണ് എന്നുള്ളതാണ് AIDMKയുടെ പ്രത്യേകത. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് DMK ഉയർത്തുന്ന വംശീയ രാഷ്ട്രീയമാണ്. അതിതീവ്രമായ വംശീയ രാഷ്ട്രീയത്തെ DMK എടുത്ത് ഉയർത്തുന്നത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അവിടുത്തെ പല നടന്മാരും, നമുക്ക് വിജയ് സേതുപതി അടക്കമുള്ളവർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. ജാതിയും മതവും പറയുന്നവൻ്റെ അടുത്ത് നിങ്ങൾ കൂട്ടുകൂടരുത്, മതം പറയുന്നവൻ നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ സൗഹൃദത്തിലേക്ക് എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മതവും ജാതിയൊക്കെ പറയുന്നു എന്ന് പറയുന്നല്ലോ, അത് ദേശീയ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് ഉന്നയിക്കുന്നതിനെതിരെയാണ് ഈ പറയുന്നത് എന്നുള്ളതാണ്. മതത്തിനും ജാതിയും എന്ന് പറഞ്ഞ് ലാക്കാക്കുന്നത് BJP ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അന്ധമായ വംശീയമായ വെറി, വിദ്വേഷം, പക, ഇതൊക്കെയാണ് DMK പുലർത്തുന്ന രാഷ്ട്രീയത്തിലുള്ളത് എന്നാണ്. അതായത് അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ: തമിഴനാണെല്ലാം, തമിഴനടാ എന്ന് പറഞ്ഞുകൊണ്ട് വീറോടുകൂടി ചീറിയടുക്കുന്ന രാഷ്ട്രീയമാണ് DMK പുലർത്തുന്നത്. മറ്റ് തമിഴനല്ലാത്തവനെ ആക്രമിക്കണം, അവൻ ജീവിക്കാൻ അർഹരല്ല, അവന് കിട്ടേണ്ട അവകാശങ്ങൾ വേണ്ട തുടങ്ങിയ രാഷ്ട്രീയമാണ് DMK പലപ്പോഴും ഉന്നയിക്കുന്നത്. അത് കേരളത്തോടുണ്ട്, അത് കർണാടകയോടുണ്ട്, ആന്ധ്രയോടുണ്ട്. പല മേഖലയിലും തമിഴരും കന്നഡക്കാരും ആന്ധ്രക്കാരും ഒക്കെ ഏറ്റുമുട്ടുന്നത്, തെലുങ്കന്മാരുമായിട്ടും ഒക്കെ ഏറ്റുമുട്ടുന്നത് കാണാൻ കഴിയും. ഇല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരനോട് പകയുണ്ടാകുന്നത്, ഹിന്ദി വിരോധം ഉണ്ടാകുന്നത്, ഇതൊക്കെ ആഴത്തിലുള്ള വംശീയ വിഷം മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അത് DMKയുടെയും സ്റ്റാലിൻ്റെ മകൻ്റെയും ഒക്കെ രക്തത്തിലുള്ളതാണ് എന്നുള്ളതാണ്. ആ വംശീയ വിരോധം എന്തിനു ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തമിഴനെയും മലയാളിയെയും ഭിന്നിപ്പിക്കണം,
തമിഴനെയും തെലുങ്കനെയും ഭിന്നിപ്പിക്കണം, തമിഴനെയും കന്നഡക്കാരനെയും ഭിന്നിപ്പിക്കണം. അതുപോലെ എങ്ങനെയാണോ വംശീയ രാഷ്ട്രീയം ശ്രീലങ്കയിൽ ഉപയോഗിച്ചത് അതിൻ്റെ 10 ഇരട്ടി വീര്യത്തോടുകൂടി തമിഴ്നാട്ടിൽ പ്രയോഗിക്കാനാണ് DMK പദ്ധതിയിടുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അവിടെയാണ് ഈ പറയുന്ന ഒരു വംശീയ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് തമിഴക വെട്രിക്കഴകം എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് വരുന്നത്. വിജയ് ഒരു പൂർണ്ണമായിട്ടും ഈ പറയുന്ന തമിഴ് രാഷ്ട്രീയം മാത്രമല്ല, അല്ലെങ്കിൽ വംശീയ രാഷ്ട്രീയത്തെ അല്ല, ദ്രാവിഡ രാഷ്ട്രീയത്തെ അല്ല ഉയർത്തുന്നത്, മറ്റു പല കാര്യങ്ങളും വിജയ് പറയുന്നുണ്ട്. വിജയ് വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് തമിഴ്നാട്ടിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷാ അലവൻസ് 8,000-ൽ നിന്ന് 20,000 ആക്കി ഉയർത്തുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുക്കുന്ന ബോട്ടുകൾ തിരികെ ലഭിക്കുന്നതുവരെ ബോട്ടിൻ്റെ ഉടമയ്ക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കടൽ തായ് ഭവന പദ്ധതിയിൽ പുതിയ വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് കന്യാകുമാരിയിൽ വിജയ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ പറയുന്ന പേടിച്ച സ്ഥലത്താണ്, കന്യാകുമാരിയിലെ റോഡ് ഷോയ്ക്കിലാണ് വിജയ് ഒന്ന് പേടിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയ തോതിൽ പറയുന്നുണ്ട് ജനങ്ങളുടെ കറപ്ഷൻ ഇല്ലാതാക്കും, അഴിമതി ഇല്ലാതാക്കും എന്നാണ് ഒരു പദ്ധതിയിൽ, സർക്കാർ പദ്ധതിയിലും അഴിമതി ഉണ്ടാകില്ല എന്ന് വിജയ് തറപ്പിച്ച് പറയുന്നുണ്ട്. 10 ലക്ഷം പേർ ഉൾപ്പെട്ട പരാതിയാണെങ്കിൽ അത് നിയമസഭയിൽ ചർച്ച ചെയ്യുമെന്ന് വിജയ് പറയുന്നുണ്ട്. അങ്ങനെ വമ്പൻ ഓഫറുകളാണ് പറയുന്നത്. പ്രകടന പത്രികയിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ വലിയ ഓഫർ വിജയ് പറയുന്നുണ്ട്. ഈ പറയുന്ന ഇതുപോലത്തെ സിസ്റ്റമൊക്കെ, ഈ വലിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കുമെന്ന് നേരത്തെ രജനീകാന്തും പലതവണ അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ രജനീകാന്തിൻ്റെ അനാരോഗ്യത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ കഴിയാതെ പോയത്. പ്രായാധിക്യമുണ്ടല്ലോ. പക്ഷേ ഇവിടെ വിജയ് ഉയർത്തുന്ന രാഷ്ട്രീയത്തിനകത്ത് വ്യക്തവും കൃത്യവുമായിട്ട് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ എങ്ങനെ തമിഴ്നാട്ടിൽ വർക്കൗട്ട് ആവും എന്നുള്ളതാണ്. ഈ പറയുന്ന ആരാധക കൂട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടായി വരുന്നത് വോട്ടായി മാറുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം പലപ്പോഴും ഇവരുടെയൊക്കെ രാഷ്ട്രീയം ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഗൗണ്ടർ, അതുപോലുള്ള ജാതികൾ, മറവര തുടങ്ങിയ ജാതികളൊക്കെ ഉണ്ട്. ആ ജാതികളുടെയൊക്കെ വോട്ട് ബാങ്ക് എങ്ങോട്ട് പോകുമെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, തമിഴ്നാട്ടിൽ ശക്തമായ ജാതി രാഷ്ട്രീയമുണ്ട്. ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെയാണോ ഏകീകരിക്കപ്പെടുന്നത്, അതുപോലെ തമിഴ്നാട്ടിൽ ജാതി വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നുണ്ട്. ആ ജാതി വോട്ടുകളുടെ സ്വാധീനം ഏത് മുന്നണിക്ക് ലഭിക്കും, ഏത് പാർട്ടിക്ക് ലഭിക്കും, അതിനനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിൻ്റെ വിധി എഴുത്ത് എന്നുള്ളതാണ്. ഏതായാലും ADMKക്ക് വലിയ മുൻതൂക്കം ഉണ്ടാകുന്നുണ്ട്. കാരണം ഗൗണ്ടർ അടക്കമുള്ള, മറവർ അടക്കമുള്ള വിഭാഗങ്ങളുടെ വോട്ട് കൃത്യമായിട്ട് വന്നു ചേരുന്നത് ADMKക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ADMK വൻതോതിൽ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. DMKക്ക് വലിയ നിലനിൽപ്പുണ്ടാവാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നത്. ഭരണവിരുദ്ധ വികാരം തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഭയന്നുപോയ തങ്ങളുടെ നേതാവിനെ മറ്റൊരു വീരപരിവേഷത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കാരണം പ്രസംഗത്തിലൊക്കെ ഭയങ്കരമായിട്ട് വിജയ് ഈ പറയുന്ന വീരപരിവേഷം തന്നെയാണ് എടുക്കുന്നത്. സിനിമയിൽ എപ്രകാരമാണോ അതുപോലെയാണ് സ്റ്റേജിലും വിജയ് അഭിനയിക്കുന്നത്. ആ അഭിനയ തികവ് വോട്ടായി മാറുമോ? ഈ പറയുന്ന വീരപരിവേഷം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സൈക്കിളിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോലും വരാൻ ഭയക്കുന്ന വിജയ്ക്ക് അത് തിരിച്ചടിയാകുമോ എന്നൊരു കണക്ക് കൂട്ടൽ കൂടി, പുതിയ ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും തമിഴ് രാഷ്ട്രീയം വളരെയധികം സങ്കീർണമാകുന്നു. ചൂട് പിടിച്ച രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ വിധിയെഴുത്ത് താരപരിവേഷത്തിലേക്ക് വരുമോ അതോ ജാതി പരിവേഷത്തിലേക്ക് മടങ്ങിപ്പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉയരുന്ന ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.